പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസം ഞാൻ വീഡിയോസൊന്നും വിട്ടില്ലായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കൊണിയാങ്ക വര എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ഊരിലൊക്കെ ഇങ്ങനെ കാട്ടാനയൊക്കെ വരുന്ന സമയത്ത് ഈ കാട്ടാന എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെന്ന് കേട്ടിരിക്കുന്നതൊക്കെ ഒരു സ്ഥലമാണ് ഈ ഒരു കൊണിയാങ്ക എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു പാറയിലൊക്കെ പോയിരുന്നിട്ട് കൂടുതൽ ബഹളം വയ്ക്കുകയും കാട്ടാനേനെ ഓട്ടിച്ചു വിടാനൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാറയാണ് ഈ കൊണിയാങ്ക വരയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ഇങ്ങനെ ആന ഉണ്ടോ അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊണിയാങ്ക എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല അവിടെ മുളയൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിന് താഴെ എല്ലാം കൂവക്കാടുകളാണ്. അപ്പം ആനയ്ക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊണിയാങ്ക വരയിലെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കാട്ടിനുള്ളിലൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പം കുഞ്ഞ് കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു കുഞ്ഞ് കാട്ടിലൂടെ നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും മുത്തിപ്പാറ, അതായത് ആൾതാമസമില്ലാത്ത വഴിയാണ്. മുത്തിപ്പാറ വഴി കോട്ടൂരിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ അപ്പുറമാണ് പൊടിയം എന്ന് പറയുന്നൊരു ട്രൈബൽ ഗ്രാമമുള്ളത്. അപ്പം അതിലെ ഇതുവരെ ഇതിനിടയ്ക്ക് ആൾതാമസമൊന്നുമില്ല. താഴത്തെ വഴിയിൽ വന്നു കഴിഞ്ഞാൽ ആൾതാമസമുണ്ട്. ഈ ഒരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ആൾതാമസമൊന്നുമില്ല. ഒരു 4-4.5 കിലോമീറ്ററുള്ള. അപ്പം വന്യമൃഗങ്ങളെയൊക്കെ പേടിച്ചിട്ട് വേണം ഈ ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ കോട്ടൂരേക്ക് പോകുന്നൊരു വഴിയുണ്ട്, മുത്തിപ്പാറ വഴി പോകുന്ന. അപ്പോൾ ആ ഒരു വഴിയിലാണ് ഈ ഒരു കൊണിയാങ്ക വരെയുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അത്യാവശ്യം ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ് ഇതാ ഈ കാണുന്ന വഴികളൊക്കെ. കണ്ടോ, മഴ പെയ്തിങ്ങനെ അത്യാവശ്യം ഓടയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുകൂടെയാണ് പണ്ട് അണകാലിലുള്ള ആൾക്കാർ ചന്തയ്ക്ക് പോകാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന വഴി. ഇവിടെയാണ് വണ്ടിയൊക്കെ തിരിഞ്ഞിട്ട് അവരിതിലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ക്യാബിൾ അതിലെയാണ് അണകാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതാ പോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറേ ദൂരം ഇങ്ങനെ വനത്തിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. 2 സൈഡും വിളയാണെങ്കിലും ഇത് വനമാണ്. കാട്ടുമൃഗങ്ങളൊക്കെ ഒരുപാട് ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പറമ്പ് ഇവിടുത്തെ പ്രദേശമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൈസ മുടക്കി ഇതുപോലെ മുള്ളുവേലിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ വിളയുള്ളത്. അപ്പം അവിടെ ഞാനും അമ്മയും കൂടെ കുറച്ച് കാടൊക്കെ വെളിയാക്കി. കൂടുതലും അമ്മയാണ് വെളിയാക്കിയത്. ഇത് അവിടെ കണ്ട ഒരു നീറ്റ്, അതാണ് നമ്മുടെ ഏറുമാട്. താഴെ കാണുന്നത് ഇവിടെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഭാഗം. നമ്മുടെ പറമ്പിലെ ഒരു കൃഷിയാണ് ഇത്. മലയിഞ്ചി എന്ന് പറയും. മലയിഞ്ചി, നമ്മുടെ നാട്ടിൽ ഇതിനെ കോലഞ്ചി എന്നാണ് പറയുന്നത് കേട്ടോ. വേണ്ട, ഇത് മലയിഞ്ചി. ഇടുക്കിയിലൊക്കെ മലയിഞ്ചി എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയുടെ വേറൊരെണ്ണമുണ്ട്, ഇത് ചിറ്റരത്ത എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇടുക്കിയിൽ ഈ ചിറ്റരത്തേന് എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. മറ്റതിനെ പറയുന്നത് മലയിഞ്ചി എന്ന് തന്നെയാണ് കേട്ടോ. എളിഞ്ഞ് കിടക്കുന്ന ഭാഗത്താണ് നമ്മുടെ വിള. അത് അത്യാവശ്യം കാടൊക്കെ വെട്ടി തെളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മലയൊന്നും കാണാൻ പറ്റത്തില്ല. എല്ലാം ഈ ഒരു മഴ പെയ്തതിന് ശേഷം എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന വഴിയിൽ കൂടെയാണ്. അപ്പോൾ നമുക്കിനി തിരിഞ്ഞു പോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ 1.5 കിലോമീറ്ററോളം നമുക്ക് യാത്രയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിലെ കമ്മ്യൂണിറ്റി ഹാള്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴേ ഇത് തെളിക്കും. ഇത് സുരേഷ് ഗോപി നിർമ്മിച്ച് തന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയുന്നത്. കാണുന്ന പ്രദേശങ്ങളെ കാണാൻ എന്ത് രസമാണല്ലേ. കമ്മ്യൂണിറ്റി ഹാള് കണ്ടതിൻ്റെ അവിടെ നിന്ന് മുന്നിലേക്ക് പോകുമ്പോഴേ മഞ്ഞൊക്കെ ഇങ്ങനെ വീണിട്ട് റോഡൊക്കെ കാണാൻ അടിപൊളിയാണ്. എൻ്റെ ദേഹം മൊത്തം ചെളിയായിട്ടാ. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് നമുക്ക് കുറേ ദൂരം ഇങ്ങനെ നടക്കണം. നടന്നാൽ മാത്രമാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം എത്തുന്നത്. ആരുമില്ലാത്ത ഈ വഴിയിലൂടെ ഒറ്റയ്ക്ക് പോകാൻ റിസ്ക് ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലം എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ കേട്ടോ. നടക്കുന്ന വഴി വളരെ നിശബ്ദമാണ്, ഒന്നും അറിയാനും പറ്റത്തില്ല. പിന്നെ അതുമല്ല മഴയുമാണ്. ഇതാ മുന്നിൽ കണ്ട ഞാൻ നടക്കുന്ന ആ ഒരു ഭാഗത്ത് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് വഴിയിൽ. അപ്പോൾ ഈ കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിലേക്കുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ
അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഇതുവഴിയുള്ള യാത്ര ചെയ്യുന്നത്. അങ്ങനെ നടന്ന് അത്യാവശ്യം ഒരു നിരപ്പാർന്നൊരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രദേശം ഉണ്ടല്ലോ, ഈ നിരന്ന് കാണുന്ന ഈ ഒരു പ്രദേശം, ഈ ഒരു പ്രദേശത്ത് പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഊരിൽ കുറേ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓണപ്പരിപാടികളും അങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ ഓട്ട മത്സരമൊക്കെ വയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് അന്ന് താഴെ ഈ കാട്ടിനകത്ത് കുറേ അങ്ങ് താഴെയായിട്ട് ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് വരികയും അങ്ങനെ അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ അന്ന് നമ്മുടെ മറ്റുള്ള ഊരുകളിലൊന്നും വണ്ടി സർവീസും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ കാണുന്ന വഴിയിലൂടെ നമ്മുടെ പുത്തോട് ഊര് വരെ അന്ന് മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ട് പരുത്തിപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഈ ഒരു വഴി വന്നതാണ്. പിന്നെ അന്നൊക്കെ പരിപാടി നടത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോഴേ മണ്ണാങ്കോണം അങ്ങനെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങനെ അവിടെയൊക്കെയാണ് ഇപ്പോൾ പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറം മാത്രമാണ് ആൾ താമസമുള്ളത്. അപ്പോൾ നമ്മൾ താഴത്തെ വഴി കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ആണ് ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മുത്തിപ്പാറ വഴി എൻ്റെ ഊരിലേക്ക് എത്തുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അതുപോലെ ഈ വഴിയിലൂടെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ അധികം ആരും വരാറില്ല കേട്ടോ. ഇവിടെ നിന്ന് കയറി നമ്മളിതാ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വലിയൊരു തേരിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേരിയുടെ ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ പറഞ്ഞ കുണിയാങ്ക വരെയുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മഞ്ഞുള്ള കാട്ടിലൂടെയൊക്കെ തന്നെ ഇങ്ങനെ നടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. അമ്മ തൊട്ട് പിറകിൽ ഒരു 1/2 കിലോമീറ്റർ പിറകിൽ നമുക്ക് കുറച്ച് വിളയുണ്ട്, നമ്മുടെ ഏറുമാടൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ അമ്മ കാട് വെളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 5-6 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ പണ്ട് തൊട്ടടുത്ത് സ്കൂളിൻ്റെ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വിറകൊക്കെ വെട്ടാൻ വരുമായിരുന്നു. ഇപ്പം പിന്നെ കുറേ നാളായിട്ട് ഇങ്ങോട്ടൊന്നും അങ്ങനെ വരുന്നില്ല വിറക് വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മെനഞ്ഞാന്ന് ഈ റോഡ് വഴി വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് വണ്ടിയൊക്കെ നിരന്തരം ഇതിലേ വരുന്നുണ്ട്. അപ്പം നമുക്കിനി അത് താഴെ കാണുന്ന ഭാഗത്തേക്കാണ് ഇറങ്ങേണ്ടത്. പുറകിൽ കണ്ടോ മനോഹരമായിട്ടുള്ള കോടമഞ്ഞ്. ഞാൻ ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പം ചിലർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടും, ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, കൂട്ടത്ത് ആരോ ഉണ്ട്, ഇതാ എൻ്റെ പിറകിൽ നോക്കിക്കോ, ഇതാ ഒറ്റ മനുഷ്യയില്ല, ഇതാ ഒരാൾ പോലും എൻ്റെ കൂടെ ഇല്ല, ആരെയും ഒളിപ്പിച്ച് നിർത്തിയിട്ടുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ധൈര്യമുള്ള കാലം വരെ എനിക്ക് ധൈര്യം തോന്നുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും പോകും. അല്ലാതെ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ധൈര്യശാലിയൊന്നുമില്ല. എന്നാലും എനിക്ക് കാട്ടിലൂടെയൊക്കെ പോകാനായിട്ട് കുറച്ച് ധൈര്യമുണ്ട്. നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല വഴിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ വന്ന് നിന്നിട്ട് നോക്കും കണ്ടോ. ഇപ്പോൾ എനിക്ക് ടെൻഷനായി അങ്ങൊരു എന്തോ ഇരുട്ട് കണ്ടപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് കാട്ടിലൂടെ പോകുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വഴിയൊക്കെ നോക്കിയിട്ടേ ഞാൻ പോവുള്ളേ. കുഴപ്പമില്ലെന്ന് തോന്നണം. ഇന്ന് ഫ്രണ്ടിൽ എന്തോ ഇരുട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തു. ഞാൻ നോക്കിയിട്ട് അത് മരത്തടി എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വന്ന റോഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന ഉൾക്കാട്ടിലൂടെ നമുക്ക് അകത്തേക്ക് കയറണം. വേറൊന്നുമില്ല, ചിലപ്പോൾ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമല്ല മറ്റേ കുളമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ അങ്ങ് താഴെയാണ് ഈ കുണിയാങ്ക എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ ഈ കാട്ടിനകത്തൂടെ കയറി നമുക്ക് അങ്ങ് ഇറങ്ങിയിട്ട് നമ്മൾ പറഞ്ഞ ആ കുണിയാങ്ക വരയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം അതിഭയങ്കരമായിട്ടുള്ള കാടുകളാണേ. നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻ്റ് തൊട്ട് താഴെയാണ്. വ്യൂ പോയിൻ്റ് അല്ല, നമ്മൾ പറഞ്ഞ ഈ മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് കുണിയാങ്ക. അപ്പോൾ അവിടെ പോയിട്ട് കേട്ട് നിൽക്കുമ്പം മൃഗങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ വളരെ ശബ്ദം കുറച്ച് വളരെ സൈലൻ്റായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ആ കാട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് ഒരു കുന്നിൻ ചെരുവൊക്കെ കഴിഞ്ഞ് ഒരു കുന്നിൻ്റെ ചെരുവിനകത്തോട്ടേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. കാടിറങ്ങിയ ഒരു കുന്നിനകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആറ്റിൽ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഇപ്പോൾ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ കുണിയാങ്ക വരയിലെത്തിയിട്ട്
ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ കേട്ടോ. കണ്ടോ, ഞാൻ ഇന്ന് വേറെ ട്രൗസറൊന്നും ഇട്ടിട്ടില്ല, ഒരു കൈലിയാണ് എടുത്തിരിക്കുന്നത്. ട്രൗസറൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് കൊണിയാങ്കയിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ ഈ കാട്ടിനകത്തൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ദൂരം കാട്ടിനകത്തൂടെ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മച്ചി, പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചെടികളുണ്ടല്ലോ, ഇതിലേ കൂടെയാണ് വന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കൊണിയാങ്ക വര എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഒരു പാറ കണ്ടോ, അപ്പോൾ ഈ ഒരു പാറയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്തെ സ്ഥലത്തൂടെയൊക്കെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതാണ്ട അങ്ങോട്ടൊക്കെ കണ്ട ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടും പിന്നെ തിരുവനന്തപുരം സിറ്റിയുടെയൊക്കെ ഭാഗങ്ങളാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങൊക്കെ ഒരുപാട് മലനിരകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കില്ല നമ്മൾ അത്രയും കാടിറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് മുന്നോട്ടിങ്ങനെ നടക്കാം. ഇതാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുമ്പൊക്കെ നമ്മൾ വരുമ്പോൾ നല്ല വ്യൂ കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കരത്തെ പാറാക്കെട്ടുകളും അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം പിന്നെ കാടുകളൊക്കെ ഇങ്ങനെ വളർന്നതുകൊണ്ടേ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അധികം കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്കിവിടെ നിന്ന് അത്യാവശ്യം കാണാനൊക്കെ പറ്റും. ഈ പാറ ഇതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നോക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഈ ഒരു പാറയുടെ ഭംഗി അറിയണം. ഒരു കുഞ്ഞു പാറ. നമ്മൾ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടോ, കൊണിയാങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ മുകളിലൂടെ ആനയൊക്കെ വരുമെന്നേ നമുക്ക് വരുമെന്ന് പേടിക്കാവൂ. താഴെ ഭാഗത്തു നിന്ന് ആനയൊന്നും കയറി വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം താഴെ കൊക്കയാണ്. വരയെന്നാണ് പറയുന്നത്, കൊണിയാങ്ക വര. അക്കരത്തെ മലയിൽ നിന്ന് കോടമഞ്ഞ് പോകണുണ്ടോ, എന്ത് രസമാണെന്നുണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാട്ടാനയുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്ന കൊണിയാങ്ക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും കാടിൻ്റെ ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ മഴയല്ല വേനലായിട്ടുള്ളൊരു സമയമാണെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. കാട്ടാന വിളിക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളും ഇതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കേൾക്കാനൊക്കെ ആയിട്ട് പറ്റും. അവിടെ കൂടെ കണ്ടോ മഞ്ഞൊക്കെ ഇങ്ങനെ പോണത് കണ്ടോ, എന്ത് രസമാണെന്നറിയാവോ. ഞാനിവിടെ നിന്ന് നിശബ്ദമായിട്ട് നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ശബ്ദം എന്തായാലും നമ്മൾ പ്രകൃതിയിൽ വന്നിട്ട് എൻ്റെ ശബ്ദം കേട്ട് ബോറാക്കണ്ട, ഇവിടുത്തെ ഒരു ശബ്ദം എന്തായാലും കേൾപ്പിച്ച് തരാം, കേട്ടോളൂ. നമുക്കിതാ ഒരുപാടങ്ങ് താഴേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങാൻ പറ്റും, പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, വഴുക്കലൊക്കെ ആയിരിക്കും. പിന്നെ ഈ കാട്ടിലെ കൂണുകളുണ്ടല്ലോ, കുമ്മിൾ അതായത് കൂണുകൾ, കാട്ടിലുണ്ടാകുന്ന കൂണുകളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു കൊണിയാങ്ക വരയെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ കൊണിയാങ്ക വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കോട്ടൂർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ അവിടുത്തെ പാട്ട് സൗണ്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇലക്ഷൻ സമയമൊക്കെ ആവുകയാണെങ്കിൽ അനൗൺസ്മെൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കേൾക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊണിയാങ്ക എന്ന് പറയുന്നത്. പിന്നെ നാട്ടിൻ പ്രദേശത്തു കൂടെ വണ്ടിയൊക്കെ പോകുന്ന അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കൊണിയാങ്ക വരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലേ ഈ കാട്ടാനകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇതിന് വേണ്ടിയിട്ട് കയറിയിരിക്കുന്നതാണ് ഒരു അരണമെന്ന് പറയും. അതായത് നമ്മൾ സുരക്ഷിതമായിട്ട് ഈ വന്നിരുന്നിട്ട് ആനകൾ എങ്ങോട്ടാണ് പോയതെന്നും അതുപോലെ ആനകൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു പാറയാണ് കൊണിയാങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൂടെ ആന വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, താഴെ സൈഡിലൂടെ ആന വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇതിന് താഴെ കൊക്കയാണ്, അതാണ്ട് അങ്ങ് കൊക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ താഴെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വരാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ആനയൊക്കെ ഓട്ടിച്ച് വിടുന്ന സമയത്ത് അങ്ങനെ ഇവിടെയൊക്കെ വന്നിരുന്ന് കേൾക്കാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനേനെ ഓട്ടിക്കാൻ വന്ന് ഒരു ദിവസം എങ്ങനെയാണ് ഇവിടെ വന്നിരുന്ന് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് താഴെ ഭാഗത്തുണ്ടല്ലോ, അതായത് കോട്ടൂരിൽ നിന്ന് ചോനാമ്പാറ, അതുപോലെ കൈതോട്, പിന്നെ ഇതിന് താഴെ എറുമ്പിയാട്, പിന്നെ മൂന്ന് മുക്കെന്നൊക്കെ പറഞ്ഞൊരു ട്രൈബൽ ഗ്രാമമുണ്ട്.
അപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്ന ആനകളൊക്കെ ഈ ഭാഗത്ത് കാട്ടിനകത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയൊക്കെ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ കൂടുതലും നിത്യഹരിത വനങ്ങളാണ്, ഫുള്ള് ഇരുണ്ട കാടുകളാണ്, ആനയ്ക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് അത് നിൽക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അത് നിൽക്കുന്ന സാന്നിധ്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊണിയാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ആനേനെ ഓടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിട്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒരു പാറയാണ് കൊണിയാങ്ക് എന്ന് പറയുന്നത്. എന്നെ നേരിട്ട് അറിയാവുന്നതും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എൻ്റെ നാട് എവിടെയാണെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ നാട് കൃത്യമായിട്ട് പലർക്കും അറിയത്തില്ല എവിടെയാണെന്ന്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നാടെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കുറ്റിശ്ശൽ ഗ്രാമപഞ്ചായത്തിൽ കോട്ടൂർ എന്ന് പറയുന്നൊരു ടൗൺ പ്രദേശമുണ്ട്. അവിടെ നിന്ന് ഏകദേശം വനത്തിനുള്ളിലേക്ക് 12 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ പൊത്തോട് എന്ന് പറയുന്നൊരു ട്രൈബൽ ഗ്രാമമുണ്ട്. അപ്പോൾ ഏകദേശം ഈ വനത്തിനകത്ത് 27 ട്രൈബൽ ഗ്രാമങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ പൊത്തോട് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രാമത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ പേര് സജിത്ത് എന്നാണ്, പൊത്തോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ പേര് സജിത്ത് പൊത്തോടെന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ക്യാമറ മേടിച്ചപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു ഫോണാണ് നല്ലതെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. ഐഫോണൊക്കെ എടുക്കാത്തത്. ഐഫോൺ എനിക്ക് ഇഷ്ടമില്ലാത്തതല്ല, ഐഫോൺ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കയ്യിലൊരു ക്യാമറയും ഒരു ഫോണും അത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ഗോപ്രോ. കാരണം ഈ ഗോപ്രോയുടെ വിഷ്വൽസും അതുപോലെ ഗോപ്രോ ഒക്കെ കാരണമാണ് നമ്മുടെ ചാനൽ റീച്ചായത്. കാരണം ഐഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് വൈൽഡ് ലൈഫ് യാത്രകളുടെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കൂടുതലും നമ്മൾ റീൽസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഐഫോൺ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമുക്കിങ്ങനെ ട്രാവൽ കണ്ടൻറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ ഒരിക്കലും എനിക്ക് പറ്റിയൊരു സാധനമല്ല. കാരണം ട്രാവൽ കണ്ടൻറ്റ്, വനത്തിലെ കാഴ്ചകളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് പറയുന്നത് ഗോപ്രോ തന്നെയാണ്. കാരണം നല്ല വിഷ്വൽസ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റിയത് ഗോപ്രോ തന്നെയാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് പിടിക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇതൊക്കെ കിട്ടും, സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടും. പിന്നെ അതുമല്ല, ഞാൻ ഐഫോണിനെ കുറ്റം പറയുന്നതല്ല. പുതിയ ഐഫോണുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുതിയ ഐഫോണിലൊക്കെ ഒരുമാതിരി ഞാൻ പറഞ്ഞില്ല, ഒരുമാതിരി ഷെയ്ഡൊക്കെ വരും. അതൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. പക്ഷേ നമുക്ക് അടുത്ത് നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീച്ച് കിട്ടുക ഐഫോൺ വെച്ച് വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ ഐഫോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടും. പക്ഷേ യൂട്യൂബിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ വീഡിയോസ് നല്ലതാണെങ്കിൽ നമ്മൾ ഐഫോണിലൊക്കെ ചെയ്താൽ റീച്ച് ആകും. പക്ഷേ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഐഫോൺ വെച്ചൊക്കെ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. നല്ല കണ്ടൻറ്റുകളൊക്കെ ആണെങ്കിൽ ഐഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറും. പിന്നെ ട്രാവൽ കണ്ടൻറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു വൈഡും ഒന്നും ഐഫോണിൽ കിട്ടത്തില്ല. അപ്പോൾ ഐഫോണിനെ കുറ്റം പറയുന്നതല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. പൊതുവേ പിന്നെ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പം തമ്പനെയിൽ ഉണ്ടാക്കാനും ഒക്കെ കിടില ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡിനകത്തുണ്ട്. പിന്നെ ഐഫോൺ ആണെങ്കിൽ നമുക്ക് ക്യാപ് കട്ട് അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പം ആൻഡ്രോയിഡിലാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ടക്കനെ നമുക്ക് മറ്റേ റെൻഡറിങ് ടൈമും ഒക്കെ എക്സ്പോർട്ടൊക്കെ കിടിലം. ഒരു 16 GB ഒക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് എക്സ്പോർട്ട് ആയിട്ട് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണത്. ഐഫോണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഐഫോൺ എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഞാൻ ഐഫോൺ വെച്ച് വീഡിയോ ഇട്ടിട്ടൊന്നും എനിക്ക് റീച്ചൊന്നും കിട്ടിയില്ല. ഗോപ്രോ വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ നമ്മുടെ ചാനൽ റീച്ചാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഗോപ്രോ തന്നെ എടുത്ത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതും നമ്മളങ്ങനെ പുതിയ ഗോപ്രോ എടുത്തതും കേട്ടോ. ഞാൻ ചെയ്യുന്നത് കൂടുതലും ട്രാവൽ കണ്ടൻറ്റുകളാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഗോപ്രോ തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ അതെല്ലാം ഫോക്കസ് ചെയ്തെടുക്കാനൊക്കെ ഐഫോണിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് അടുത്തുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദൂരോട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കണമെങ്കിൽ, മൃഗങ്ങളുടെയൊക്കെ ഫോക്കസ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് വലിയ വില കൂടിയ ഗാഡ്ജറ്റുകൾ തന്നെ വേണം, നല്ല ക്യാമറകൾ തന്നെ വേണം. പിന്നെ അതുമല്ല നല്ല സിസ്റ്റവും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗോപ്രോ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഫോണിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇതെല്ലാം ഇപ്പോൾ എടുക്കുന്ന വിഷ്വൽസ് വരെ നമ്മൾ ഒരു ലാഗും ഇല്ലാതെ നമ്മുടെ ഗോപ്രോയിലാണ് ചെയ്യുന്നത്. പിന്നെ തമ്പനയിൽ എഡിറ്റ് ചെയ്യുന്ന അടിപൊളി ആപ്ലിക്കേഷൻസൊക്കെ ഈ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ ആൻഡ്രോയിഡിനകത്തേ കിട്ടത്തുള്ളൂ, ഐഫോണിനകത്ത് അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാം കൊണ്ട് നമ്മൾ ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യണത്. പൊതുവേ എനിക്ക് ഐഫോണിൻ്റെ കുറച്ച് കാലം മുമ്പ് 13 Pro Max ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോഴത്തെ വീഡിയോ ക്വാളിറ്റി നാച്ചുറാലിറ്റിക്കൊന്നും ഇപ്പോഴത്തെ ഐഫോൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കൊള്ളത്തില്ല. ഒരുമാതിരി ഷെയ്ഡും വീണ് അങ്ങനെ ഒരു ഇതാണ് ഐഫോണിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഗോപ്രോ എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു നല്ലൊരു ഗോപ്രോ എടുത്ത് ഗോപ്രോയിൽ മാക്സിമം വിഷ്വൽസ് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓരോരുത്തരുടെ ആഗ്രഹമാണ് നമ്മൾ ഓരോ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതൊക്കെ, എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ളതാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്.
ഞാൻ 13 Pro Max വരെയൊക്കെ എനിക്ക് ഐഫോൺ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഐഫോണൊക്കെ മറ്റൊരുമാതിരി ഷെയ്ഡും വീണ് നാച്ചുറാലിറ്റിക്കും കൊള്ളത്തില്ല, വീഡിയോസും കൊള്ളത്തില്ല. ഞാൻ ഒരുപാട് പേര് എടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും നമ്മുടെ ഗ്രീൻ, അതായത് പച്ചപ്പാണ് നമ്മളെ മെയിൻ എന്ന് പറയുന്നത്. കൂടുതലും വൈൽഡ് ലൈഫ് യാത്രകളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പച്ചപ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കണം, നല്ല നാച്ചുറാലിറ്റി നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം കിട്ടണം. ഇപ്പോൾ ഗോപ്രോയിൽ കിട്ടുന്ന ഈ ഒരു പരുവത്തിനെങ്കിലും നമ്മുടെ വിഷ്വൽസ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് പുറത്താണ് ഞാൻ നമ്മുടെ ഗോപ്രോ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഐഫോണിനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല, എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഐഫോണും. അങ്ങനത്തെ ഒരു പുതിയ ക്യാമറ രീതികളൊന്നും ഐഫോണിൻ്റെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇത് മേടിച്ചിട്ട് നമ്മൾ ലൈൻ എന്തെങ്കിലും വീഴുവാണെങ്കിൽ പിന്നെ അതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസുണ്ട്. പിന്നെ ഗോപ്രോ 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റിത്തരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളൊരു ഗോപ്രോ എടുത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ അതുമല്ല, ഗോപ്രോയ്ക്ക് ഒരു അഡീഷണൽ മൈക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്നതൊക്കെ മാക്സിമം നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ. ഇതിപ്പോൾ ഞാൻ ഒരു മൈക്കും വെക്കാതെ ഗോപ്രോൻ്റെ സൗണ്ടിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് ഞാനങ്ങനെ ഗോപ്രോ എടുത്തത്. അപ്പോൾ എന്തായാലും ഇനി അടിപൊളി വീഡിയോസായിട്ട് വരും. ഗോപ്രോയിലെ വിഷ്വൽസ് തന്നെ നമ്മൾ തുടർന്നും കൊണ്ടുവരും. എന്നെ റീച്ചാക്കിയത് ഒരു ഗോപ്രോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോപ്രോനെ മറക്കത്തില്ല. മുമ്പോട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതും ഗോപ്രോയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത് മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് കാണാം. ഭാവിയിൽ ചിലപ്പോൾ നല്ല ഐഫോണുകളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഐഫോൺ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ബായ് പറയുന്നു. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഗോപ്രോയിലെ വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയുക. ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഐഫോണിൻ്റെ വിഷ്വൽസും ഗോപ്രോ 13 വിഷ്വൽസും, ഞാൻ ആ നാച്ചുറൽ സൈഡിലൂടെയൊക്കെ വരുന്നതിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.